അന്നോളം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. അതിനായി കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് പേരിൽ ഒരാളോ തകർന്ന വീടും കുഴിച്ചുമൂടപ്പെട്ട കഥകളുമുള്ള മറ്റൊരു ആദിവാസിയോ ആകുമായിരുന്നു അവർ. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചില്ല. ഗോത്രജനങ്ങൾ കുടിയിറക്കപ്പെട്ടതുമില്ല. രണ്ടിനും കാരണമായ ആ വനിത ഇന്ന് റാഞ്ചിയിൽ ഒരു ചായക്കട നടത്തുന്നു. അവരെ രാജ്യം വിളിക്കുന്നത് ജാർഖണ്ഡിന്റെ ഉരുക്കു വനിതയെന്നാണ്. മറക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ പെണ്ണ് ദയാമണി ബർല. റാഞ്ചിയിൽ വീട്ടുപണിയെടുത്ത് വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തി, പോലീസിനായി പാത്രങ്ങൾ കഴുകി, അവശിഷ്ടങ്ങൾ ഭക്ഷിച്ച്, എരുമകളും കൂലിപ്പണിക്കാരുമുള്ള ഷെഡിൽ കിടന്നുറങ്ങി, ടൈപ്പ് ചെയ്യാൻ പഠിച്ച്, മണിക്കൂറിന് 1 രൂപയ്ക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടൈപ്പിസ്റ്റായി ജോലി ചെയ്തു. അങ്ങനെ ഒടുവിൽ ഗ്രാമീണ റിപ്പോർട്ടിംഗ് ഫെലോഷിപ്പും 25,000 രൂപയുടെ ബാങ്ക് വായ്പയും ഉപയോഗിച്ച് അവർ ജൻഹക് എന്ന പത്രിക സ്ഥാപിച്ചു. തന്റെ സംസ്ഥാനത്തെ ആദ്യ ആദിവാസി പത്രപ്രവർത്തകയായി, ജാർഖണ്ഡിന്റെ ശബ്ദമായി. 40-ൽ പരം ഗോത്ര ഗ്രാമങ്ങളെ വഴിയാധാരമാക്കാൻ ശേഷിയുണ്ടായിരുന്ന ആർസിലർ മിത്തലിന്റെ ഭീമൻ സ്റ്റീൽ പ്ലാന്റിനെതിരെ സമരം ചെയ്താണ് ബർല ശ്രദ്ധിക്കപ്പെട്ടത്. ജാർഖണ്ഡിലെ ആയിരക്കണക്കിന് ആദിവാസികളെയും കർഷകരെയും ദളിതരെയും ഒന്നിപ്പിച്ച ആദിവാസി മൂൽ നിവാസി അസ്തിത്വ രക്ഷാമഞ്ച് എന്ന പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ ബർലയുണ്ട്. 16-ലധികം വർഷങ്ങളായി 1 രൂപ ശമ്പളമായി കൈപ്പറ്റാതെ പത്രപ്രവർത്തനം നടത്തുന്ന ബർല ഉപജീവനത്തിനായി റാഞ്ചിയിൽ ചായക്കട നടത്തുന്നു. ഗ്രാമങ്ങൾ തോറും കാൽനടയായി സഞ്ചരിച്ച്, അജ്ഞാതരിൽ നിന്നുള്ള വധഭീഷണികളെ അവഗണിച്ച്, പട്ടികവർഗക്കാരുടെ സീറ്റെണ്ണം കുറയ്ക്കുന്ന അതിർത്തി നിർണയത്തിനെതിരെ, അഴിമതിക്കാരായ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇടനിലക്കാർക്കെതിരെ ബോധവൽക്കരണം നടത്തിയ ദയാമണി ബർല മറക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങളിൽ ഒരാളാണ്. അതെ, മറവിയോട് ഓർമ്മകൾ കൊണ്ട് കലഹിക്കുക തന്നെ വേണം.